IVFിലും ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടാവാം. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IVFില് യൂട്രസിന്റെ ഉള്ളിലാണ് നമ്മൾ വെക്കുന്നത്. അൾട്രാസൗണ്ട് വഴി നോക്കി കറക്റ്റ് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എംബ്രിയോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നിരുന്നാലും ആ എംബ്രിയോ റിട്രോഗ്രേഡ് ആയിട്ട് തിരിച്ച് ട്യൂബിന്റെ ഡയറക്ഷനിലേക്ക് പോവാം. അത് ചിലപ്പം സ്റ്റിക്കി ട്യൂബ്സ് ആവാം. ഫോർ എക്സാമ്പിൾ പ്രീവിയസ് എക്ടോപിക് ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ട്യൂബിൽ നിങ്ങൾ സർജറി ചെയ്തിട്ട് അവിടെ ഒട്ടിപ്പിടുത്തുണ്ടാവാൻ ചാൻസ് ഉള്ളവരിൽ കൂടുതലാണ്. കുറച്ച് ചില യൂട്രസിന്റെ പ്രോപ്പർട്ടീസ് കാരണവും ഒരു കോൺട്രാക്ഷൻസ് കാരണം ചിലപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എംബ്രിയോ മൈഗ്രേറ്റ് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ചാൻസ് ഓഫ് എക്ടോപിക് പ്രഗ്നൻസി സീറോ ഒരിക്കലും അല്ല. സോ നമ്മൾ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയതിനു ശേഷം ആഫ്റ്റർ എംബ്രിയോ ട്രാൻസ്ഫർ പ്രീവിയസ് എക്ടോപിക് ഉണ്ടായിട്ടുള്ളവരിൽ കുറച്ചും കൂടി ഒരു ക്ലോസ് മോണിറ്ററിങ് വേണം. എസ്പെഷ്യലി നമ്മളൊരു ഹാർട്ട് ബീറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യില്ല. നമ്മളൊരു 5th വീക്കിൽ തന്നെ ബേബിയുടെ ഇനീഷ്യൽ സ്റ്റേജസ്, ഒരു ജസ്റ്റേഷണൽ സാക്ക് എന്ന് പറയും, ബേബിക്ക് ചുറ്റുമുള്ള സാക്ക് വരുന്ന ടൈമിൽ 5 വീക്സിൽ തന്നെ നമ്മളൊന്ന് സ്കാൻ ചെയ്ത് യൂട്രസിന്റെ ഉള്ളിൽ തന്നെ അല്ലേ എംബ്രിയോ പിടിച്ചിരിക്കുന്നതെന്ന് കൺഫേം ചെയ്യുന്നത് വുഡ് ബി ഐഡിയൽ. പക്ഷെ നിങ്ങൾ വർക്ക്ഡ് അപ്പ് ആവേണ്ട കാര്യമില്ല. ബിക്കോസ് ഡെഫിനറ്റ്ലി IVFിൽ നമ്മൾ ക്ലോസർ മോണിറ്ററിംഗ് ആണ്. എപ്പോഴാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു കറക്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് അറിയാം. സോ നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യുന്നു. ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ സീരിയലായിട്ട് ഈ ബീറ്റ HCG ടെസ്റ്റ് ചെയ്യുന്നു ആൻഡ് ഏർലിയർ സ്കാനിങ് ചെയ്യുന്നു. സോ അത് ഈസിലി മാനേജബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്.